ദേവേട്ടാ, ആരാ വിളിച്ചത്? അറിയില്ലടാ. പക്ഷേ അവൻ ആരായാലും അവൻ്റെ മരണം എൻ്റെ കൈകൊണ്ടാ. കാരണം അവൻ പറഞ്ഞു, എൻ്റെ അമ്മയെ എനിക്ക് നഷ്ടമാകാൻ കാരണം അവനാണെന്ന്. അഗ്നിയുടെ പല്ലുകൾ ഞെരിഞ്ഞമർന്നു. അവൻ്റെ അപ്പോഴത്തെ മുഖം അവളെ ഭയപ്പെടുത്തി. അവളുടെ ആ നിൽപ്പ് അവനെ കൺട്രോളിലാക്കി. ഒപ്പം അവൻ്റെ ഉള്ളിൽ ഒരു ഭയം ഉടലെടുത്തു. അവൾ വീണ്ടും തന്നെ ഭയന്നു തുടങ്ങിയ? വേണ്ട, അങ്ങനെ സംഭവിക്കരുത്. നച്ചു, അവളൊന്നു മൂളി. നിനക്ക് എന്നെ പേടിയുണ്ടോ നച്ചു? ഇല്ല ദേവേട്ട, എന്നോട് ചേർന്ന് നിൽക്കുന്ന ഈ ദേവേട്ടനെ എനിക്ക് പേടിയില്ല. പക്ഷേ ശത്രുക്കൾക്ക് മുന്നിൽ ഡെവിളായി അവതരിക്കുന്ന അഗ്നിദേവിനെ എനിക്ക് ഭയമാണ് ദേവേട്ട. ദേവേട്ടൻ്റെ ആ മുഖം അതെന്നെ ഭയപ്പെടുത്തുന്നു. മറ്റൊന്നുമല്ല, അഗ്നിദേവ് റായ്ചന്ദ് എനിക്കെൻ്റെ ദേവേട്ടനെ നഷ്ടപ്പെടുത്തുമോ എന്ന ഭയം. അവളുടെ വാക്കുകൾ കൂരമ്പ് കണക്കെ അവൻ്റെ നെഞ്ചിൽ തറച്ചു. നച്ചു, അവൾ അവനെ ഇറുക കെട്ടിപ്പിടിച്ചു. കാറ്റുപോലും കടക്കാത്ത രീതിയിൽ. അവളുടെ ഉള്ളിലെ ഭയം അവന് ബോധ്യമായി. അവൻ അവളുടെ തലയിൽ മെല്ലെ തഴുകി. ഇല്ലടാ, നീ എൻ്റെ ഒപ്പമുള്ളിടത്തോളം എനിക്കൊന്നും സംഭവിക്കില്ല. നിനക്ക് മാത്രമേ എന്നെ ഇല്ലാതാക്കാൻ കഴിയൂ. കാരണം നീയാണ് എൻ്റെ പ്രാണൻ. പ്രാണൻ എന്നെ വിട്ടു പോയാൽ മാത്രമേ ഈ അഗ്നി മണ്ണോട് ചേരൂ. അതുവരെ ഇങ്ങനെ ജ്വലിച്ചുകൊണ്ടേയിരിക്കും. അവൻ്റെ വാക്കുകളിൽ പോലും അഗ്നിയായിരുന്നു. അവനത് നാവുകൊണ്ട് പറയുമ്പോൾ അവൻ്റെ ഉള്ളിൽ മറ്റൊന്നാണ് ഓടിയത്. ഇനി ഇങ്ങനെയുള്ള ഒരു കാര്യവും നച്ചു അറിയാൻ പാടില്ല. അവളുടെ ഉള്ളിൽ എന്നോട് തോന്നേണ്ടത് ഭയമല്ല, പ്രണയമാണ്. ഫോൺ വീണ്ടും വൈബ്രേറ്റ് ചെയ്തതും അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് തന്നെ അവൻ നോക്കി. വിക്രമിൻ്റെ വോയിസ് നോട്ടാണെന്ന് കണ്ടതും ബ്ലൂടൂത്ത് കണക്ട് ചെയ്ത് അവൻ ശ്രദ്ധിച്ചു. ബോസ് വെയിറ്റിംഗ്. അഗ്നിയുടെ മുഖം വലിഞ്ഞു മുറുകി. ദേവേട്ട, എന്താ പെട്ടെന്ന് ഹാർട്ട് ബീറ്റ്സ് കൂടിയത്? എന്തെങ്കിലും ടെൻഷൻ? ഹേയ്, നത്തിങ് ഡിയർ. അവൻ അവളുടെ തലയിൽ മെല്ലെ മുത്തി. പക്ഷെ അവൻ്റെ മനസ്സിൽ 2 ചെക്കന്മാരുടെ മുഖം തെളിഞ്ഞു നിൽക്കുന്നു. അവളിൽ നിന്നും അതൊന്നു മറയ്ക്കാൻ അവൻ വല്ലാതെ പാടുപെട്ടു. ചേച്ചി! മീരയുടെ വിളി വന്നതും അഗ്നിയുടെ മുഖത്ത് ഒരാശ്വാസം പടർന്നു. അയ്യോ, മീര വിളിക്കുന്നുണ്ട്. ഞാൻ പോയിട്ട് വരാം ദേവേട്ടാ. ചെല്ല്, ഞാനൊന്ന് പുറത്തു പോയിട്ട് വരാം നച്ചു. ഇവിടെ നിങ്ങൾക്ക് കാവലായി സെക്യൂരിറ്റീസ് ഉണ്ട്. എങ്കിലും എല്ലാ കാര്യത്തിലും ഒരു ശ്രദ്ധ വേണം കേട്ടോ. അവളുടെ കവളിലൊന്ന് തട്ടിക്കൊണ്ട് അവൻ അവളുടെ നെറ്റിയിൽ ഉമ്മ വച്ചു. അവൻ എത്രയൊക്കെ മറച്ചാലും അവൻ്റെ ശ്വാസത്തിൻ്റെ നേരിയ വ്യത്യാസം പോലും അവൾ മനസ്സിലാക്കുമെന്നവൻ ഓർത്തില്ല. അവൻ അവളിൽ നിന്നും അകന്നതും അവൾ അവൻ്റെ കയ്യിൽ പിടിച്ചു. എന്താടാ? അവൻ പെട്ടെന്ന് തിരിഞ്ഞു. സൂക്ഷിക്കണം, ഞാൻ കാത്തിരിക്കും. അവൾ അത്രമാത്രം പറഞ്ഞു. അവൻ അവളെ കയ്യിൽ പിടിച്ച് വലിച്ച് നെഞ്ചിലേക്കിട്ടു. വേഗം വരാട്ടോ. അഗ്നിയുടെ ഹൃദയമപ്പോൾ വല്ലാതൊന്നു പിടഞ്ഞു. തൻ്റെ പ്രാണനോട് കള്ളം ചെയ്യുന്നതിൻ്റെ കുറ്റബോധം കൊണ്ട്. സീക്രട്ട് റൂം. അവരെ 2 ചെയറിലായി ഇരുത്തി കൈയും കാലും ബന്ധിച്ചിട്ടുണ്ട്. വായിൽ പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. മുഖത്ത് അടികൊണ്ട പാട് കരിനീലിച്ച് കിടപ്പുണ്ട്. അവർക്ക് മുന്നിലായി വിക്രം നിൽക്കുന്നു. വാതിലിൽ തന്നെ മറ്റു 2 പേരും. ബൂട്ടിൻ്റെ ശബ്ദം കേട്ടതും വിക്രം അവരെ നോക്കി. നിന്റെയൊക്കെ കാലനെത്തിയിട്ടുണ്ട്. അവരുടെ കണ്ണുകൾ ഭയത്താൽ തുടിച്ചു. ഇനിയിപ്പോൾ ഇങ്ങനെ വിറച്ചിട്ടെന്തിനാ? ബോസിൻ്റെ മുന്നിൽ വെച്ച് തന്നെ ബോസിൻ്റെ ഭ്രാന്തിനെ ആഗ്രഹിച്ച മരണത്തിൽ കുറഞ്ഞൊന്നും പ്രതീക്ഷിക്കണ്ട. നാവ് മനുഷ്യൻ്റെ ശത്രുവാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ നിൻ്റെയൊക്കെ കാര്യത്തിൽ നാവ് നിൻ്റെയൊക്കെ കാലനായി മാറിയല്ലോടാ. ബൂട്ടിൻ്റെ ശബ്ദം അടുത്തടുത്ത് വന്നു.
അവർ എന്തൊക്കെയോ പറയാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ ഒന്നും പുറത്തേക്ക് വന്നില്ല. അഗ്നി അവൻ ഇരുളിൽ നിന്നും വെളിച്ചത്തിലേക്ക് നീങ്ങി അവരുടെ മുന്നിലായി നിന്നു. അവനെ കണ്ടതും പ്രേതത്തെ കണ്ടതുപോലെ അവർ വിറച്ചു. അഗ്നി വിക്രമിനെ ഒന്ന് നോക്കി. വിക്രം ഒരുവന്റെ പ്ലാസ്റ്റർ വലിച്ചെടുത്തു. ആഹ്! അവൻ നിലവിളിച്ചു പോയി. അവൻ ഭയന്ന കണ്ണുകളോടെ അഗ്നിയെ നോക്കി. സർ, സർ, അറിയാതെ പറ്റിപ്പോയതാ സർ. ഇനി ആവർത്തിക്കില്ല സർ. ഇവൻ അങ്ങനെ പറഞ്ഞപ്പോൾ മദ്യത്തിൻ്റെ പുറത്ത് പറ്റിപ്പോയതാ സർ. അഗ്നിയുടെ മുഖം വലിഞ്ഞു മുറുകി. അവൻ്റെ ചെന്നിയിലെ പേശികൾ തെളിഞ്ഞു വിറച്ചു. കവിളുകൾ തുടിച്ചു. മദ്യത്തിൻ്റെ പുറത്തായാലും ഇങ്ങനെയുള്ള വൃത്തികേടുകൾ വിളിച്ചു പറയുവോടാ? ചോദ്യവും അടിയും ഒരുപോലെ കഴിഞ്ഞു. വിക്രം! അവൻ കൈനീട്ടി. സൈലൻസർ പിടിപ്പിച്ച ഗൺ അവൻ്റെ കയ്യിലേക്ക് വച്ചു കൊടുക്കുമ്പോൾ വിക്രമിൻ്റെ കൈ പോലും വിറച്ചു. അഗ്നി അവന് നേരെ ഗൺ നീട്ടിയതും കൂടെ ഉണ്ടായിരുന്നവൻ ഞെരിപിരി കൊണ്ടു തുടങ്ങി. ബോസ്, ജീവൻ കളയണോ ബോസ്? പേടിയോടെ വിക്രം പതിയെ ചോദിച്ചു. അഗ്നി തിരിഞ്ഞു വിക്രമിന് നേരെ. അവൻ്റെ മുഖം കണ്ട് വിക്രമിൻ്റെ ഉള്ളു കിടുങ്ങിപ്പോയി. പെട്ടെന്നവൻ തല താഴ്ത്തി നിന്നു. എൻ്റെ പെണ്ണിനെ നോക്കിയാൽ പോലും ഞാൻ ആരെയും വെറുതെ വിടാറില്ല. പക്ഷേ നീയൊക്കെ... പറഞ്ഞുകൊണ്ടവൻ ചേറോടെ അവനെ എടുത്ത് ഉയർത്തി ഭിത്തിയിലേക്ക് എറിഞ്ഞു. അവൻ്റെ നിലവിളി മുഴങ്ങിയതും അവന് നേരെ അഗ്നി നിറയൊഴിച്ചു. അടുത്തവൻ ഭയന്നു വിറച്ചു. കൂടെ നിന്നവൻ്റെ അവസ്ഥ ഇതാണെങ്കിൽ തനിക്കെന്താകും ശിക്ഷ എന്നോർത്ത് അവൻ ഇരുന്ന ഇരിപ്പിൽ മുള്ളിപ്പോയി. അഗ്നി ജ്വലിച്ചുകൊണ്ട് അവന് നേരെ തിരിഞ്ഞു. വിക്രം അവൻ്റെ പ്ലാസ്റ്റർ നീക്കി. അഗ്നിയുടെ മുഖം പിശാചിൻ്റേതുപോലെ. അവൻ ഉമിനീർ വിഴുങ്ങിപ്പോയി. നീയും നിന്റെ ഭാര്യയും കൂടി പോകുമ്പോൾ നിന്നെപ്പോലെ ഒരുവൻ നിന്റെ ഭാര്യയെ വർണ്ണിച്ചാൽ നീ എന്തു ചെയ്യും? തണുപ്പൻ സ്വരത്തോടെ അവൻ ചോദിച്ചു. ഞാൻ അവൻ വിക്കിയിരുന്നു. പറഞ്ഞോ, നിന്റെ ഭാര്യയോട് എത്രമാത്രം സ്നേഹമുണ്ടെന്ന് നോക്കട്ടെ. അഗ്നിയുടെ ആ സ്വരം അത് കേട്ട് വിക്രം വിറച്ചു. ഇത്രയും ശാന്തത, അത് ഭയക്കണം. ഞാൻ അവനെ കൊന്നു കളയും. അവൻ എങ്ങനെയോ പറഞ്ഞൊപ്പിച്ചു. പെൺപിള്ളേരെ കണ്ട ഇളകുന്ന മനസ്സുള്ള നിനക്കേ കൊല്ലാൻ തോന്നുമെങ്കിൽ അവളെ ഭ്രാന്തമായി പ്രണയിക്കുന്ന എനിക്കെന്താകും തോന്നുക? ചോദിച്ചുകൊണ്ട് അവൻ്റെ വായിലേക്ക് കൈ ഇടിച്ചു കയറ്റി. വിക്രം വിറച്ചുപോയി. അവൻ്റെ അലർച്ച മുഴങ്ങിക്കേട്ടു. ആ കെട്ടിടം തന്നെ കുലുങ്ങി. അപ്പോൾ അവൻ നച്ചുവിൻ്റെ ദേവേട്ടനായിരുന്നില്ല, അഗ്നിയായിരുന്നു. സർവവും ചുട്ടരിക്കാൻ വെമ്പുന്ന സാക്ഷാൽ അഗ്നിദേവ് റായ്ചന്ദ്. അഗ്നി തിരികെ വില്ലയിലെത്തുമ്പോൾ ആട്ടുകട്ടിലിൽ ചാരി മെല്ലെ ആടിക്കൊണ്ടിരിക്കുന്ന നച്ചുവിനെയാണ് കാണുന്നത്. അവളുടെ ആ ഇരുപ്പിൽ അവളുടെ ചുണ്ടുകൾ വിടരുന്നത് നോക്കി നിന്നുപോയി അവൻ. അവൻ്റെ ഗന്ധമറിഞ്ഞതും അവൾ നിവർന്നു, കണ്ണുകൾ തുറന്നു. ദേവേട്ടാ, ഞാനിപ്പോൾ മനസ്സിൽ ഓർത്തേയുള്ളൂ, ദേവേട്ടൻ അരികിലുണ്ടായിരുന്നെങ്കിലെന്ന്. അവൻ അവളുടെ ഒപ്പം ആട്ടുകട്ടിലേക്കിരുന്നു. എന്താടാ ഇപ്പം അങ്ങനെ തോന്നാൻ? ഞാനൊരു സ്വപ്നത്തിലായിരുന്നു ദേവേട്ടാ. ഈ മഴയുള്ള പുലരിയിൽ കുടയും ചൂടി പാടവരമ്പിലൂടെ നമ്മൾ കൈകോർത്ത് പിടിച്ച്. പിന്നെ ഞാൻ ധാവണിയും ദേവേട്ടൻ നാടൻ വേഷവും. നമ്മളിങ്ങനെ പരസ്പരം പ്രണയിച്ചുകൊണ്ട് മഴയിൽ നനഞ്ഞ്. അവളുടെ കണ്ണിൽ വിരിയുന്ന ഭാവങ്ങൾ അവൻ കണ്ണെടുക്കാതെ നോക്കിയിരുന്നു. അവൾ അവൻ്റെ തോളിൽ തലചായ്ച്ചു. നച്ചു, നിന്റെ ആഗ്രഹം പോലെ നമുക്കൊരുമിച്ച് മഴയിലൊന്ന് പ്രണയിച്ചാലോ? ഹേ! അവൻ്റെ സ്വരം കേട്ടതും അവൾ വിറച്ചുപോയി. അഗ്നി കോർപ്പിൻ്റെ CEO അഗ്നിദേവ് റായ്ചന്ദ് തന്നെയാണോ ഈ പറയുന്നത്? അവളുടെ നോട്ടത്തിൻ്റെ അർത്ഥം മനസ്സിലായതുപോലെ അവൻ അവളെ മടിയിലേക്ക് എടുത്തിരുത്തി. അവളുടെ കണ്ണിലേക്ക് നോക്കി. എൻ്റെ പെണ്ണിന് എന്തൊക്കെ ആഗ്രഹമുണ്ടോ അതൊക്കെ ഞാൻ സാധിച്ചു തരും. അത് കേട്ടതും അവൾ അവൻ്റെ കഴുത്തിലൂടെ കൈയിട്ട് അവൻ്റെ നെറ്റിയിൽ ഉമ്മ വെച്ചു. ആ സുഖത്തിൽ അവൻ്റെ ചുണ്ടുകൾ അവളുടെ കഴുത്തിൽ അമർന്നു. ഒപ്പം അവൻ്റെ കൈകൾ അവളുടെ അരയിൽ മുറുകി. ഇരുവരും അല്പസമയം അങ്ങനെ ഇരുന്നു. നച്ചു, അവൻ അവളുടെ മുഖം കയ്യിലെടുത്തു. അവൾ അവൻ്റെ നെഞ്ചിലേക്ക് ചാരി. ഐ ലവ് യു ദേവേട്ടാ. അവനെ നോക്കി അവൾ പറഞ്ഞതും അവളുടെ ചുവന്ന് തുടുത്ത ചുണ്ടുകളിൽ അവൻ്റെ മിഴികൾ ഉടക്കി നിന്നു. അവൻ്റെ നോട്ടം അവളിൽ വിറയലുണ്ടാക്കി.
ആദ്യമായാണ് അവൻ്റെ നോട്ടം ചുണ്ടിലെത്തുന്നത്. അവൻ്റെ കണ്ണുകളിൽ ഇപ്പോൾ ഇതുവരെ കാണാത്തൊരു ഭാവം. അവൻ്റെ കണ്ണിൻ്റെ കാന്തികതയിൽ അവളുടെ കണ്ണുകൾ മാടിയടഞ്ഞു. അവളുടെ ശരീരം ബലം കുറഞ്ഞൊരു അപ്പൂപ്പൻ താടി പോലെ പാറുന്നത് അവൾ അറിഞ്ഞു. അതേ നിമിഷം അവൻ്റെ ചുണ്ടുകൾ അവളുടേതുമായി കൊരുത്തു. ഇരുവരും ഒന്ന് വിറകൊണ്ടു. പരസ്പരം അറിയുന്ന മൃദുല സ്പർശം. അവളുടെ ചുണ്ടിനെ നുണഞ്ഞു തുടങ്ങുമ്പോൾ അവൾക്ക് വേദനിക്കാതെ അവൻ പ്രത്യേകം ശ്രദ്ധിച്ചു. ഒട്ടും ആവേശമില്ലാതെ വളരെ പതിയെ ആസ്വദിച്ചുകൊണ്ട് അവൻ അവളിലെ മധുരം നുണഞ്ഞെടുത്തു. അവളുടെ കൈ അവൻ്റെ ഷോൾഡറിൽ മുറുകി. ചുണ്ടും കടന്ന് നാവതിൻ്റെ ഇണയെ തേടി ഇറങ്ങിയതും അവൾ പിടച്ചിലോടെ അവനിൽ നിന്നും അകന്നു മാറി. അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിയാതെ അവൾ ഓടി മാറാൻ ശ്രമിച്ചതും അവൻ്റെ പിടി അവളുടെ കയ്യിൽ വീണു. ദേവേട്ടാ, ചുവന്നു പോയ മുഖത്തോടെ അവനെ നോക്കിയതും അവൻ അവളെ വലിച്ച് തൻ്റെ മടിയിലേക്കിട്ട് ചേർത്ത് പിടിച്ചു. എനിക്ക് വേണം ഈ പെണ്ണിനെ. അവൻ്റെ ചുണ്ടുകൾ കഴുത്തിന് സൈഡിൽ അമരുമ്പോൾ അവൾ കുറുകിപ്പോയി. അവൻ്റെ കൈകൾ അരയിൽ ചുറ്റുമ്പോൾ അവൾ ഇക്കിളിയോടെ ഉറക്കെ ചിരിച്ചു. അത് കണ്ടുകൊണ്ട് അവിടേക്ക് വന്ന സെക്യൂരിറ്റി ഗാർഡ്സ് വിക്രമിനെ ഒന്ന് നോക്കി. വിക്രമിൻ്റെ മനസ്സിലോടിയതും അരമണിക്കൂർ മുമ്പ് സീക്രട്ട് റൂമിൽ അവതരിച്ച അഗ്നിയുടെ മുഖമായിരുന്നു. അഗ്നിയിൽ നിന്നും ദേവേട്ടനിലേക്കുള്ള ദൂരം അത് വളരെ കുറവാണെന്ന് വിക്രമിന് തോന്നിപ്പോയി. അവർ മിഴിച്ചു നോക്കി നിൽക്കുന്ന കണ്ടതും ഗജിനി സൂര്യ സ്റ്റൈലിൽ അഗ്നി വിരൽ കൊണ്ട് സിഗ്നൽ കാട്ടി. അത് കണ്ടതും അവരുടെ കാലുകൾക്ക് വേഗതയേറി. രാത്രി 12. സീഫേസ് വില്ല. മഴ പെയ്യുന്നുണ്ട്. ശക്തിയിൽ ഇടിവെട്ടുന്നു. കടൽ അലർന്നു. ആകാശം കറുത്തു. നിലാവില്ല, നക്ഷത്രങ്ങളില്ല. ഇന്ന് രാത്രി അതൊരു കാളരാത്രി. വില്ലയുടെ ടെറസിൽ അഗ്നി നിൽക്കുന്നു. കണ്ണിൽ ഉറക്കമില്ല. കണ്ണിൽ അഗ്നി മാത്രം. കയ്യിൽ ഫോൺ മുറുകെ പിടിച്ചിട്ടുണ്ട്. കുറച്ചു മുമ്പ് വന്ന കോൾ. അവൻ ശിവ. 20 വർഷം മുമ്പ് അഗ്നിയുടെ അമ്മയുടെ കാർ ബ്രേക്ക് കട്ട് ചെയ്തവൻ. അവൻ്റെ വരവിനായി കാത്തു നിൽക്കുകയാണ് അഗ്നി. തൻ്റെ അമ്മ മരിച്ചു, അല്ല കൊന്നു. അച്ഛൻ രണ്ടാനമ്മയെ കൊണ്ടുവന്നു. അഗ്നി അനാഥനായി. ഇന്നവൻ വീണ്ടും വിളിച്ചു, ഭീഷണിപ്പെടുത്തി. നിന്റെ നക്ഷത്ര, നിന്റെ പ്രാണൻ, അവളുടെ കഴുത്തു ഞാൻ അരിയും നിന്റെ കൺമുന്നിൽ വച്ച്. എന്നിട്ട് കോള് കട്ട് ചെയ്തിരിക്കുന്നു. അഗ്നി ആകാശത്തേക്ക് നോക്കി. അലറി ഒരലർച്ച. വില്ല മുഴുവൻ കുലുങ്ങി. കടൽ പോലും ഒരു നിമിഷം നിശബ്ദമായി. നീ വാടാ ശിവ, നിന്റെ ശവം ഞാൻ കടലിലെറിയും. കടലിലെ മീന് നീയാണിന്നത്തെ ആഹാരം. നിന്റെ എല്ല് പോലും കിട്ടില്ല. പിന്നിൽ നിന്ന് ഒരു കാൽപ്പെരുമാറ്റം. അഗ്നിയുടെ മുഖം കല്ലിച്ച് തന്നെ ഇരുന്നു. നക്ഷത്ര ഓടി വന്നു. ദേവേട്ടാ, എന്താ ഉണ്ടായത്? എന്തിനെങ്ങനെ അലറിയത്? ഞാൻ ശരിക്കും പേടിച്ചു. അവൻ മെല്ലെ തിരിഞ്ഞു. അവളെ ഒന്ന് നോക്കി. ഒരു നിമിഷം അവൻ്റെ കണ്ണിലെ അഗ്നി കുറഞ്ഞു. അവിടെ സ്നേഹം നിറഞ്ഞു. നച്ചു, ഒന്നുമില്ലടാ, നീ റൂമിൽ പോ. ഡോർ ലോക്ക് ചെയ്തിരിക്ക്. ഇന്ന് രാത്രി ഇനി എന്തൊക്കെ ശബ്ദം കേട്ടാലും ഇറങ്ങി വരരുത്. പക്ഷെ നീ പേടിക്കണ്ട, ഇവിടെ നിന്റെ ദേവേട്ടനുണ്ട്. നിന്നെ തൊടാൻ ഈ ലോകത്ത് തന്നെ ആരും ജനിച്ചിട്ടില്ല. അഥവാ അതിനാരെങ്കിലും തുനിഞ്ഞ. അവൻ മുഴുവിപ്പിക്കാതെ നിർത്തി. നക്ഷത്ര അവൻ്റെ നെഞ്ചിലേക്ക് വീണു. വേണ്ട ദേവേട്ടാ, ദേവേട്ടന് എന്തേലും പറ്റിയാ ഞാൻ ചത്തുപോകും. അവൻ അവളുടെ തലയിൽ തലോടി. എനിക്ക് ഒന്നും പറ്റില്ല നച്ചു. ഞാൻ അഗ്നിയാണ്. മരണം പോലും എന്നെ തൊടാൻ പേടിക്കും. കാരണം ഞാൻ മരണത്തേക്കാൾ വലിയ നരകമാണ്. പക്ഷെ നീ എൻ്റെ മുന്നിൽ നിന്നാ. നീ എൻ്റെ പ്രാണനാണ് നച്ചു. നീ സേഫായിരിക്കണം. പോ. അമ്മയുടെയും മീരയുടെയും കൂടെ റൂമിൽ കയറിക്കോ. വിക്രം. യെസ് ബോസ്. ഡോർ ലോക്ക് ചെയ്. ഒരീച്ച പോലും അകത്ത് കയറരുത്. യെസ് ബോസ്. നക്ഷത്ര കരഞ്ഞുകൊണ്ട് അവനെ നോക്കി. ഇല്ല, ആ കണ്ണീരിനു പോലും അവനെ പിന്തിരിപ്പിക്കാൻ കഴിയില്ല. അവൾ ആർത്തു വരുന്ന വേദന ഒതുക്കി കുതിച്ചൊഴുകാൻ വെമ്പുന്ന കണ്ണീരിനെ അടക്കി അകത്തേക്ക് തിരിഞ്ഞു. അവളുടെ ആ പോക്ക് അവനെ വേദനിപ്പിച്ചു. അഗ്നി തനിച്ച് ടെറസിൽ നിന്നു, മഴ നനഞ്ഞുകൊണ്ട്.
കാറ്റ് വീശിയടിച്ചു. അവൻ്റെ ഷർട്ട് പറന്നു. മസിൽസ് തെളിഞ്ഞു. അവൻ നിന്നു ഒരു പാറ പോലെ. ശിവയെ കാത്തു നിന്നു, അവൻ്റെ കാലനെ പോലെ. അപ്പോൾ ഗേറ്റിൽ വലിയ ശബ്ദം. ഇരുമ്പ് ഗേറ്റ് തകർന്നു വീണു. നമ്പറില്ലാത്ത കുറേ BMW നിരന്നു. ഡോർ തുറന്നു. ആദ്യം ബൂട്ട് സൗണ്ട്, പിന്നെ അവനിറങ്ങി. ശിവ. 6 അടി 4 ഇഞ്ച്, ശരീരം മുഴുവൻ ടാറ്റു, മുഖം പകുതി കരിഞ്ഞത്, ഒരു കണ്ണില്ല, മറ്റേ കണ്ണ് ഗ്ലാസ്സായി. അതിൽ പ്രതികാരം നിറഞ്ഞിരിക്കുന്നു. ചുണ്ടൊരു വശം കീറത്തുന്നിയിട്ടുണ്ട്. പിന്നിൽ കുറേ പേർ, എല്ലാവരുടെയും കയ്യിൽ ഗൺ, AK-47, ഷൂട്ട് ഗൺ ഒക്കെയുണ്ട്. എല്ലാവരും മാസ്ക് ഇട്ടിട്ടുണ്ട്. ശിവ ചിരിച്ചു. ഒരു ചിരി, കൊലച്ചിരി. അത് കേട്ടാ ചോര വരെയും മരവിക്കും. ഹലോ അഗ്നിദേവ്, റായ്ചന്ദ്. കുഞ്ഞഗ്നി ഇപ്പോൾ ഒരുപാടങ്ങ് വലുതായി, കോടീശ്വരനായി. പക്ഷെ നിനക്കോ നിന്റെ അച്ഛനോ നിന്റെ അമ്മയെ രക്ഷിക്കാൻ പറ്റിയോ? ഇല്ല. ഇന്ന് നിനക്ക് നിന്റെ പെണ്ണിനെയും രക്ഷിക്കാൻ പറ്റില്ല. അഗ്നി പതിയെ സ്റ്റെപ്പിറങ്ങി. പതിയെ, വളരെ പതിയെ, ശാന്തമായിട്ട്. അത് യമൻ്റെ കാലടിയാണ്. മഴയത്തവൻ നടന്നു. അവൻ ശിവയുടെ മുന്നിൽ വന്ന് നിന്നു. 10 അടി അകലം. 2 പേരും കണ്ണിൽ കണ്ണിൽ നോക്കി. തീയും തീയും. കടൽ പോലും നിശബ്ദമായി. അവരിലേക്ക് പെയ്തിറങ്ങുന്ന മഴ മാത്രം. ശിവ, നീ എൻ്റെ അമ്മയെ കൊന്നു, എൻ്റെ കുട്ടിക്കാലം നശിപ്പിച്ചു. ഇന്ന് നീ എൻ്റെ പ്രാണൻ്റെ പേര് പറഞ്ഞു, നിന്റെ നാവ് കൊണ്ട്. അത് നിന്റെ ഡെത്ത് വാറന്റ്. അഗ്നിയുടെ ശബ്ദം ജ്വാലയായി. ഗുണ്ടകൾ പോലും വിറച്ചു. കൊല്ലവനെ, ശിവ അലറി. ബുള്ളറ്റ് മഴ പോലെ പതിച്ചു തുടങ്ങി. വില്ലാവാൾ പൊട്ടി, മാർബിൾ തകർന്നു. പക്ഷെ അഗ്നി നിന്നെടുത്ത് വെറും പുക മാത്രം. അവനില്ല. അവനെവിടെ? എല്ലാവരും നോക്കി. പെട്ടെന്ന് മുകളിൽ നിന്നും പറന്നിറങ്ങിയ അഗ്നി ഗുണ്ടകളുടെ നടുവിലേക്ക് ലാൻഡ് ചെയ്തു. അവൻ കൈനീട്ടി ഒരു ഗുണ്ടയുടെ കഴുത്ത് പിടിച്ച് തിരിച്ചു. രണ്ടാമൻ്റെ AK-47 പിടിച്ചു വാങ്ങി അവൻ്റെ തലയിൽ തന്നെ അടിച്ചു. മൂന്നാമൻ ഫയർ ചെയ്തു. ബുള്ളറ്റ് അഗ്നിയുടെ നെഞ്ചിന് നേരെ. ഷർട്ട് കീറിക്കൊണ്ടത് പാഞ്ഞുപോയി. അവൻ ചിരിച്ചു. ഇതാണോടാ നിന്റെ എയിം? കഷ്ടം. പറഞ്ഞുകൊണ്ട് അവൻ്റെ മേലേക്ക് ഉയർന്നു ചാടി അവനുമായി മറിഞ്ഞു. അവൻ്റെ കഴുത്തതേ പുറംഭാഗത്തേക്ക് നോക്കിക്കിടക്കുന്നു. ഗുണ്ടകളുടെ ഇടയിലൂടെ അവൻ ഓടി, കാറ്റുപോലെ. കണ്ണിന് കാണാൻ പറ്റാത്ത സ്പീഡ്. ആ ഓട്ടത്തിൽ ഒരു ഗുണ്ടയുടെ കൈ ഒടിച്ചു. അവൻ്റെ ഗൺ താഴെ വീണു. അഗ്നി അതെടുത്തു. ഫയർ ചെയ്തില്ല. പകരം ഗൺ കൊണ്ട് അടിച്ചൊരുത്തൻ്റെ മുഖമില്ലാതാക്കി. മറ്റൊരുത്തൻ്റെ കാൽ ചവിട്ടി ഒടിച്ചു. അവൻ നിലത്ത് കിടന്ന് അലറി. അപ്പോഴും അഗ്നി ഓടി നടന്നു. ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും ഓരോ ശവം വീണുകൊണ്ടിരുന്നു. 5 മിനിറ്റ് കൊണ്ടെല്ലാം തീർന്നു. വില്ലയുടെ മുറ്റം ചോരക്കളമായി. അത് മഴവെള്ളം കഴുകുന്നുണ്ട്. ചോരയും മഴയും ചേർന്ന് കടലിലേക്ക് ഒഴുകുന്നു. കടലിൽ ചുവപ്പ് രാശി പടർന്നു. ഇനി ശിവ മാത്രം. അവൻ തിരിഞ്ഞു നിന്നു. ശിവയുടെ മുഖത്ത് പേടി നിറഞ്ഞു. ഇവൻ മനുഷ്യനല്ല, ഇവൻ ചെകുത്താനാണ്. ദി ഒറിജിനൽ ഡെവിൾ. അഗ്നി പതിയെ നടന്നു. ശിവയുടെ നേരെ നടന്നെടുത്തു. ശിവ പിന്നോട്ട് നീങ്ങി തുടങ്ങി. അഗ്നി അതിനനുസരിച്ച് മുന്നോട്ട്. ഓടിപ്പോകാമെന്ന് കരുതിയോ? എൻ്റെ അമ്മയുടെ ഘതകനെ ഞാൻ വെറുതെ വിടുവോ? ഇല്ല, നിന്റെ ശവം കടലിൽ ഒഴുകി നടക്കും. അഗ്നിയുടെ ശബ്ദം ഐസ് പോലെ തണുത്തതായി മാറി. ശിവ അലറി. ഇല്ലടാ, അതിനു മുമ്പ് ഞാൻ നിന്നെ തീർക്കും. അഗ്നിയുടെ കഴുത്ത് ലക്ഷ്യം വെച്ച് കത്തിവീശി. അഗ്നി അനങ്ങിയില്ല. അവൻ്റെ കഴുത്തിൻ്റെ 1 ഇഞ്ച് മുന്നിൽ അവൻ കൈ ഉയർത്തി. ഒറ്റ കൈകൊണ്ട് കത്തിപ്പിടിച്ചു, മുറുകെ. അവൻ്റെ കൈപ്പത്തി മുറിഞ്ഞു. ചോര വന്നു. പക്ഷെ അവൻ പിടിവിട്ടില്ല. ശിവയുടെ കണ്ണ് തള്ളിപ്പോയി. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നു? അഗ്നി ചിരിച്ചു. എന്താ ശിവ, പേടിച്ചു പോയോ നീ? വേദന, അതെനിക്ക് ശീലമാണ് ശിവ. 20 വർഷം ഓരോ രാത്രിയും എൻ്റെ അമ്മ മരിച്ചതോർത്ത് ഞാൻ അനുഭവിച്ച വേദന അത്രത്തോളം വരില്ല ഇതൊന്നും. ഭൂമിയിൽ ഒറ്റയ്ക്കായവൻ്റെ വേദന, 5 വയസ്സുകാരൻ്റെ വേദന. അതിന് കാരണം
നീ. അവൻ കത്തി പിടിച്ചു വലിച്ച് ശിവ തെറിച്ചു വീണു. അഗ്നിയുടെ മുന്നിൽ തന്നെ. അഗ്നി അവൻ്റെ കഴുത്തിൽ പിടിച്ചു. ഒറ്റ കൈകൊണ്ട് പൊക്കി നിലത്തുയർത്തി. ശിവ ശ്വാസം കിട്ടാതെ കാലിട്ടടിച്ചു. അഗ്നി അവൻ്റെ ഗ്ലാസ് ഐയിലേക്ക് നോക്കി. ഈ കണ്ണുകൊണ്ടല്ലേ എൻ്റെ അമ്മയുടെ കാർ നോക്കിയത്, ബ്രേക്ക് കട്ട് ചെയ്തത്? ഈ കണ്ണ് അതിനി വേണ്ട. അവൻ കണ്ണിലേക്ക് വിരൽ കുത്തിയിറക്കി. ശിവ അലറി വിളിച്ചു. ഒപ്പം ശിവയുടെ മറ്റേ കൈ പോക്കറ്റിൽ താഴ്ന്നു. ചെറിയ ഗണ്ണെടുത്തു. അഗ്നിയുടെ പിന്നിലേക്ക് ഫയർ ചെയ്തു. ബുള്ളറ്റ് റൂം ഡോർ ലക്ഷ്യം വെച്ച് ഷൂട്ട് ചെയ്തു. അവിടെ നക്ഷത്ര ഡോറിൻ്റെ ചെറിയ ഗ്ലാസ്സിൽ കൂടി ഭയത്തോടെ നോക്കുന്നു. ബുള്ളറ്റ് പാഞ്ഞു ചെന്നുകൊണ്ടു ഗ്ലാസ് പൊട്ടിച്ചിതറി. നക്ഷത്ര നിലവിളിച്ചു പോയി. ദേവേട്ടാ! അഗ്നി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. നക്ഷത്രയുടെ നെറ്റിയിൽ ചെറിയ പോറൽ. ഒരു തുള്ളി ചോര പൊടിഞ്ഞിട്ടുണ്ട്. അവനത് കണ്ടു. അഗ്നിയുടെ ലോകം തന്നെ നിന്നു. കണ്ണിൽ അഗ്നി നിറഞ്ഞു. സൈക്കോ! അവൻ പൂർണ്ണ സൈക്കോയായി മാറി. അവൻ അലറി വിളിച്ചു. ആ അലർച്ചയിൽ ആകാശം കീറിമുറിഞ്ഞു. കടലിരച്ചു. മഴ പോലും നിന്നു. നീ എൻ്റെ നച്ചുവിനെ? അവൻ ശിവയെ നോക്കി. ഇനി അവൻ അഗ്നിയല്ല, അവൻ കാലനാണ്, കാളിയാണ്, അവൻ മരണമാണ്. ശിവയെ ഒരു കയ്യിൽ പൊക്കിയെടുത്ത് നിലത്തേക്കടിച്ചു. വലിയ ശബ്ദത്തോടെ ഫ്ലോർ പൊട്ടി. ശിവയുടെ എല്ലുകൾ പൊട്ടി. അവൻ രക്തം ഛർദ്ദിച്ചു. അഗ്നി അവൻ്റെ മേലെ കയറിയിരുന്ന് മുഖത്താഞ്ഞിടിച്ചു. തുടരെയുള്ള ഇടി അവൻ്റെ മുഖം തന്നില്ലാതായി. ശിവ അനങ്ങുന്നില്ല. അഗ്നി എഴുന്നേറ്റു. ശിവയുടെ കാലിൽ പിടിച്ച് ടെറസ് വരെയും വലിച്ചുകൊണ്ടുപോയി. കടലിൻ്റെ എഡ്ജ് വരെ. ശിവയുടെ ശരീരം നിലത്തുരഞ്ഞ് തൊലി പോയി. അഗ്നി നിന്നു. താഴെ കടൽ, കറുത്ത കടൽ ആർത്തലർന്നു. അഗ്നി ശിവയെ പൊക്കിയെടുത്തു ഒറ്റ കൈകൊണ്ട്. നീ എൻ്റെ അമ്മയെ കൊന്നു, നീ എൻ്റെ പെണ്ണിനെ തൊട്ടു. അവൻ ശിവയെ കടലിലേക്ക് വലിച്ചെറിഞ്ഞു. കടൽ അവനെ വിഴുങ്ങി. ഇനി ശിവയില്ല. അഗ്നി നിന്ന് കിതച്ചു. കൈ മുഴുവൻ രക്തം, ശരീരം മുഴുവൻ രക്തം. അവൻ കടലിലേക്കിറങ്ങി 3 തവണ മുങ്ങി നിവർന്നു. ദേവേട്ടാ! അവൾ ഓടി വന്നവൻ്റെ നെഞ്ചിൽ വീണു. ദേവേട്ടാ! അവൾ അവനെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. അഗ്നി അവളെ കെട്ടിപ്പിടിച്ചു, മുറുകെ, ശ്വാസം മുട്ടും പോലെ. ഇല്ല നച്ചു, എനിക്കൊന്നുമില്ല. അവൻ അവളെ നോക്കി. നെറ്റിയിൽ വിരൽ കൊണ്ട് തഴുകി. ചെറിയ ഒരു പോറൽ. അവൻ കുനിഞ്ഞു അവിടെ ഉമ്മ വച്ചു. ഇനി വേദന എടുക്കില്ല കേട്ടോ. നക്ഷത്ര ചിരിച്ചു, കരഞ്ഞുകൊണ്ട്. ഭ്രാന്തൻ, എൻ്റെ സൈക്കോ, എന്നെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. അവൾ അവൻ്റെ നെഞ്ചിൽ മുഖമമർത്തി. മഴ വീണ്ടും അവരെ നനച്ചുകൊണ്ട് പെയ്തിറങ്ങി. അഗ്നി അവളെ കയ്യിലെടുത്തു. അവളുടെ ചുണ്ടുകളിൽ അമർത്തി ചുംബിച്ചു. നിന്നരികിൽ എൻ ലോകം.